ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വടാപാവാണ്. ബോംബെയിൽ അത്രയും ഫേമസ് ആയ അവരുടെ ഒരു സ്പെഷ്യൽ ഡിഷാണ് വടാപാവ്. അതിലേക്ക് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലേക്ക് നമുക്ക് പാവും നമ്മൾ റെഡിമെയ്ഡ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു വട തയ്യാറാക്കണം. അതുപോലെ തന്നെ ഒരു ചട്നി റെഡിയാക്കണം. സ്പെഷ്യൽ വടാപാവിന്റെ സ്പെഷ്യൽ ചട്നി നമുക്ക് ഉണ്ടാക്കണം. അതിനെ ആദ്യം നമുക്ക് ചട്നിക്കുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2-3 മുഴുവൻ മുളക് എടുക്കണം. അതുപോലെ തന്നെ ഒരു 4-5 വെളുത്തുള്ളി അല്ലി തൊലി കളയാത്തത്, കുറച്ച് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത്. ഇനി ഈ മുളകും വെളുത്തുള്ളിയും തേങ്ങയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. എണ്ണ ഒഴിക്കാതെ വെറുതെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനി ഞാൻ സ്റ്റവ് ഓൺ ചെയ്യാം. ഇപ്പോൾ ചീഞ്ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം നമുക്ക് മുഴുവൻ മുളക് ഇട്ട് കൊടുക്കാം. ഈ മുഴുവൻ മുളക് ഒന്ന് നന്നായി ചൂടായതിനു ശേഷം, കളറ് മാറേണ്ട ആവശ്യമില്ല, കളറ് കറുപ്പൊന്നും ആവണ്ട, വെറുതെ ഒന്ന് ചൂടാക്കുക വേണ്ടു. ഈ മുളക് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് പിടിക്കാവുന്നത് ചൂട് വേണം. ആ ചൂടാവുമ്പോൾ നമുക്ക് എടുക്കാം. ഒന്നും കൂടി ചൂടാവാണ്ട് ഒന്നും കൂടി ചൂടാവട്ടെ. അതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മുളക് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുളക് എടുത്തു മാറ്റാം. അതിന് ശേഷം വെളുത്തുള്ളി അതുപോലെ തന്നെ ഒന്ന് നന്നായി ചൂടായിട്ട് അതും എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് തേങ്ങ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി എടുത്ത് മാറ്റാം. അതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ഈ മുളകും വെളുത്തുള്ളി ചൂടാക്കിയ പോലെ തന്നെ തേങ്ങയും ചൂടാവുണ്ടോ. നല്ല അങ്ങനെ മുരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടാവുക വേണ്ടോ. തേങ്ങ ഇപ്പോൾ നന്നായിട്ട് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി തേങ്ങ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ ഇപ്പോൾ സ്റ്റവ് ഓഫ് ആക്കുന്നത് കാരണം ഇനി ഇത് എടുത്ത് മാറ്റി വരുമ്പോഴേക്കും നമുക്ക് അടുത്ത ചേരുവകൾ എന്തൊക്കെയോ വടയിലേക്കുള്ള ചേരുവകൾ ഞാൻ പറഞ്ഞു തരാം. അതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ ഈ ചട്നി അരച്ച് വരാം. ഇനി നമുക്ക് വട ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അതിന് എന്തൊക്കെയാണ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട്. സ്റ്റവ് ഓൺ ചെയ്ത് ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ചീഞ്ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഈ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നമുക്കൊന്ന് വഴറ്റിയെടുക്കാൻ. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ട് ആദ്യം നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇടാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് 1/2 ടീസ്പൂൺ ജീരകം നന്നായി പൊട്ടിക്കഴിഞ്ഞു. ഇനി അതിന് ശേഷം കുറച്ച് കറിവേപ്പില, അതിനുശേഷം 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി, 2-3 പച്ചമുളക് നന്നായി ചതച്ചത്. ഈ കടുക് കറിവേപ്പിലൊക്കെ ഇട്ട ആ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റണം. നല്ല കളറ് ചോക്കേണ്ട ആവശ്യമില്ല. ഈ ഒന്ന് പച്ചമണം ഒന്ന് മാറി വേണ്ടു. അത് മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചത് നന്നായി വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്.
നമ്മൾ 2 ഉരുളക്കിഴങ്ങ് വലുത് പുഴുങ്ങിയിട്ടാണ് പൊടിച്ച് വെച്ചിട്ടുള്ളത് വടയ്ക്ക് ആവശ്യമായിട്ട്. അപ്പം അതിലേക്ക് വേണ്ടുന്ന ഇഞ്ചി വെളുത്തുള്ളിയാണിത്. ഇനി ഇത് ഞാൻ സ്റ്റവ് ഓഫാക്കുകയാണ്. സ്റ്റവ് ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് പൊടിച്ച് വെച്ചതിലേക്ക് നമ്മൾ ഈ കടുകും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം ഇട്ട് വഴറ്റിയത് നമുക്ക് ഇതിൽ ചേർക്കണം. ഇതിൽ ചേർത്ത് ഉപ്പും, ഇപ്പം ഞാൻ ഉപ്പിട്ട് പുഴുങ്ങി പൊടിച്ച ഉരുളക്കിഴങ്ങാണ്, എന്നാലും ഈ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞ് ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. അതുപോലെ തന്നെ മല്ലിയില നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ വഴറ്റി വെച്ച ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നമുക്കൊന്ന് ചൂടാറട്ടെ, അതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് പൊടിച്ച് വെച്ചേക്ക് നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി കറിവേപ്പില അതെല്ലാം വഴറ്റിയത് ഞാൻ ചൂടാറിയിട്ട് ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയില ഒരു ടേബിൾ സ്പൂൺ മല്ലിയുടെ ഇല അരിഞ്ഞത് അതും കൂടി ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. കുഴയ്ക്കുന്ന സമയത്ത് ഉപ്പ് ഉണ്ടോയെന്ന് നോക്കണം. കാരണം ഉപ്പിട്ട് പുഴുങ്ങി തന്നെയാണ് ഉരുളക്കിഴങ്ങ്, എന്നാലും കൂടിയിട്ട് ഉപ്പ് പാകത്തിനുണ്ടോ ഇല്ലയെന്ന് നോക്കിയതിന് ശേഷം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പാകത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കാം. ഇത് നമുക്ക് ഇനി ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം. അതിന് ശേഷം നമുക്ക് കടലമാവ് ബാറ്റർ തയ്യാറാക്കണം. അതിൽ മുക്കിയിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ, വട റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററിനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് കടലമാവ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി പാകത്തിന് വെള്ളം ഒഴിച്ച് ബാറ്റർ തയ്യാറാക്കാം നമുക്ക്. അപ്പോൾ ഞാൻ കടലമാവിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് നന്നായി കലക്കുന്നുണ്ട്. കൈ കൊണ്ട് തന്നെയാണ് കലക്കണത്. കൈ കൊണ്ട് കലക്കിയാൽ നമുക്ക് പെട്ടെന്ന് വേഗം ഇതാവും. അപ്പോൾ അത് കാരണം ഇതിൽ കടലമാവൊക്കെ ഇങ്ങനെ മണിയായിട്ട് ഉരുളായിട്ട് എടുക്കുന്നുണ്ടാവും. അതൊക്കെ നമുക്ക് കൈ കൊണ്ട് നന്നായി ഉടച്ച് കലക്കിയെടുക്കുക. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. നല്ല ലൂസായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ബാറ്റർ. ഈ വട ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ട് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയും ബാറ്ററിൽ മുക്കിയിട്ട് ഈ ഉരുളക്കിഴങ്ങിൻ്റെ മുകളിൽ ഈ മാവ് ബാറ്റർ നന്നായി പൊതിഞ്ഞിരിക്കണം. നല്ല കട്ടി ആവശ്യമില്ല, ഒരു മീഡിയം കട്ടി ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് വട ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതേ അളവിൽ നിങ്ങൾ വെള്ളം ഒഴിച്ച് ഇതേ അളവിൽ എടുക്കണം. ഈ വെള്ളം ഒഴിക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കണം. അത്രയേ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇനി നമുക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് കൂട്ട് ഇതുപോലെ ഓരോ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഈ ഉരുളകൾ ഈ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് ഇനി ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ഞാൻ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചീഞ്ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഓരോ കൂട്ടും എടുത്ത് ബാറ്ററിൽ മുക്കി പൊരിച്ചെടുക്കാം. എണ്ണ ചൂടായി ഒന്ന് നോക്കാൻ തുണ്ട് മാവ് ഇറ്റിച്ചു കൊടുക്കാം. ചൂടായിട്ടില്ല, ഒന്നുകൂടി നന്നായി ചൂടാവട്ടെ. നമ്മുടെ ഓയിലൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഓരോ ഉരുളകളും ഈ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് നമ്മുടെ വട ഒരു ഭാഗം നമുക്ക് റെഡിയായി ഒന്ന് നോക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫുൾ ഫ്ലെയിമിലാണ് സ്റ്റവ് വെച്ചിട്ടുള്ളത്. ഒരു ഭാഗം ആയിട്ടുണ്ട്, എല്ലാതും ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. ഇത് ബോംബെയിൽ അത്രയും ഫേമസ് ആയ ഒരു സ്നാക്സ് ആണ്. ഇത് എവിടെ നോക്കിയാലും, ബോംബെയിൽ ചെന്ന് എവിടെ നോക്കിയാലും ഇത് കാണാം. എല്ലാവരും ഇത് കഴിക്കുന്നതാണ്. അത്രയ്ക്കും ഒരു ഇതായ സ്നാക്സ് ആണ് ഇത്. നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കാനായിട്ട്. നമ്മൾ അതിനുള്ള ബണ്ണ് മേടിച്ച് കഴിഞ്ഞാൽ ഈ
വട ഉണ്ടാക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിക്കുക, പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇത് ചതച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക, അത്രേ ഉള്ളൂ. യാതൊരു ബുദ്ധിമുട്ടില്ല ഇത് ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾ അപ്പോൾ നമ്മുടെ വട റെഡി ആയിട്ടുണ്ട്. നല്ല മുരിഞ്ഞുണ്ട്, നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വട ഉണ്ടാക്കൽ അവസാനിച്ചു. 2 വലിയ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു മീഡിയം വടകൾ 10-11 കിട്ടും. ഈ 2 വലിയ ഉരുളക്കിഴങ്ങ് കൊണ്ട് നമുക്ക് വട ഉണ്ടാക്കുമ്പോൾ. ഇനി നമുക്ക് ഈ വടയും നമ്മൾ അരച്ചു വെച്ച ചട്നിയും എല്ലാം കൂടിയിട്ട് നമുക്ക് ഈ പാവിൽ വെച്ച് കാണാം. അത് ഞാൻ റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ വടയും ചട്നി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പാവിലേക്ക് വെച്ചിട്ട് എങ്ങനെയാ നമുക്ക് വെക്കാമെന്ന് നോക്കാം. ആദ്യം പാവിലേക്ക് നമ്മൾ അരച്ചു വെച്ച ചമ്മന്തി ഇട്ട് കൊടുക്കാം. ചമ്മന്തി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു വട എടുത്ത് വെക്കാം അതിലേക്ക്. എന്നിട്ട് പാവിൻ്റെ മറ്റേ പീസ് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അങ്ങനെയാണ് പാവ് ഇരിക്കുക. അത് ചെറുതായ കാരണം കുറച്ച് നമ്മുടെ നാട്ടിൽ ഇത് കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അത് കാരണം ഇപ്പോൾ നമ്മുടെ വടാപ്പാവ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് വടാപ്പാവ് ഉണ്ടാവുക. ആദ്യം പാവിലേക്ക് നമ്മൾ ചമ്മന്തി വെച്ച് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഒരു വട വെച്ചു. അതിൻ്റെ മേലെ കുറച്ച് ചമ്മന്തി കൂടി ഇട്ടിട്ട് നമ്മളിങ്ങനെ പിടിച്ച് കഴിക്കും. ഇതുപോലെയാണ് കഴിക്കുക. ഇത് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.